ഹലോ എഞ്ചിനീയേഴ്സ്, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ ഓവർസിയർ ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും അല്ലേ? നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ PSC കലണ്ടർ പബ്ലിഷ് ചെയ്ത പോലെ തന്നെ, അല്ലെങ്കിൽ അവർ ഒരു വർഷത്തെ ആനുവൽ കലണ്ടർ പബ്ലിഷ് ചെയ്ത പോലെ തന്നെ പ്രതീക്ഷിച്ച സമയത്ത് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ലെവൽ എക്സാംസ് വന്നെത്തിയിരിക്കുകയാണ്. PWD ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ, അതേപോലെ LSTD ഡിപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ, ഈ രണ്ട് എക്സാംസ് ആണ് ഇനി നമുക്ക് വരാനുള്ളത്. അപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിലബസിൽ എന്തൊക്കെ വന്നു എന്ന് മനസ്സിലാക്കി എടുക്കണം അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് PSC തന്ന സിലബസ് വലിയ മല പോലെയാണ് തന്നിട്ടുള്ളത്. ആ സിലബസ് ആക്ച്വലി നമ്മളെ ഡിപ്ലോമ കോഴ്സിന്റെ സിലബസ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഡിപ്ലോമയ്ക്ക് പഠിക്കുമ്പോഴേ ഒരു സബ്ജക്റ്റിന് അതിന്റെ സിലബസ് തരില്ലേ? അങ്ങനെ ഓരോ സബ്ജക്റ്റിന്റെയും സിലബസ് ക്ലബ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് ഈ ഒരു എക്സാമിന് PSC നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ആ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങള്, എന്തൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. 10 മൊഡ്യൂളുകളായിട്ടാണ് നമ്മുടെ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് PSC. 10 മൊഡ്യൂളുകൾ, ഓരോ മൊഡ്യൂളും 10 മാർക്ക് വീതമാണ് ഉള്ളത്. ഇനി ഫസ്റ്റ് ഗ്രേഡ് ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പൊതുവെ നമ്മുടെ സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ടോപ്പിക്കുകളും പറഞ്ഞിട്ടുണ്ടെങ്കിലും എക്സാം വരുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എൻവിറോൺമെന്റിൽ, ജിയോടെക്, ഇറിഗേഷൻ തുടങ്ങിയ സബ്ജക്റ്റുകളൊക്കെ തന്നെയും നല്ലോണം ഡീപ്പർ ആയിട്ട് സിലബസ് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കുന്ന സമയത്ത് സർഫസിൽ കൂടിയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് മാത്രമേ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ആരും സിലബസ് കണ്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു ഡിപ്ലോമ സിലബസ് കോപ്പി ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ എസ്റ്റിമേഷൻ ഒക്കെ നോക്കുമ്പോൾ എസ്റ്റിമേഷൻ ഓഫ് സെപ്റ്റി ടാങ്ക്, എസ്റ്റിമേഷൻ ഓഫ് ഗേബിൾഡ് റൂഫ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ബട്ട് അതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ ക്ലാസ്സിൽ എന്താണോ ഡിസ്കസ് ചെയ്തത് അത് തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ഓരോ മൊഡ്യൂളുകൾ ഏതൊക്കെയാണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ സാധാരണ ഒരു ഓവർസിയർ ലെവൽ എക്സാമിന് RCC, FM ഒക്കെ സിലബസിൽ ഉണ്ടാവാറുണ്ട്. ബട്ട് ഇവിടെ നമുക്ക് RCC ഇല്ല, സ്റ്റീൽ ഇല്ല, അതേപോലെ ഫ്ലൂയിഡ് മെക്കാനിക്സും ഇല്ല. അതിന്റെ ബേസിക്സ് ഒന്നും സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇനി RCCയിൽ നിന്നുള്ള പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് സിലബസിലുണ്ട്. ഓക്കെ, അങ്ങനെയാണ് സിലബസ് വന്നിട്ടുള്ളത്. ആൻഡ് 10 മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് സർവേ ആണ്. സർവേ 2 മൊഡ്യൂളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം 20 മാർക്ക് സർവേ ഉണ്ട്. അപ്പൊ സർവേക്ക് വെയിറ്റേജ് നമ്മൾ കൂടുതൽ കൊടുത്ത് പഠിക്കണം. ഓക്കെ, നമുക്ക് ഓരോ ടോപ്പിക്കുകളായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സർവേയിങ് 1 ആണ്. സർവേയിങ് 1 10 മാർക്കിന്റെ ഒരു മൊഡ്യൂളാണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ബേസിക്സ് ഓഫ് സർവേ, അതേപോലെ സർവേയുടെ ക്ലാസിഫിക്കേഷൻ ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പഠിക്കാറില്ലേ കഡസ്റ്റൽ സർവേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ പറയുന്ന അതേ കാര്യങ്ങളാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ. പിന്നെ കുറച്ച് യൂണിറ്റ് കൺവേർഷൻ, സർവേയുടെ ബേസിക്സ്, നമ്മൾ പേസിങ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ബേസിക്സിൽ പഠിക്കാനുള്ളത്. ദെൻ ചെയിൻ ആൻഡ് ടേപ്പ് സർവേ ഉണ്ട്, പ്ലെയിൻ ടേബിൾ സർവേയിങ് ഉണ്ട്, കോമ്പസ് സർവേയിങ്, ലെവലിംഗ് ആൻഡ് കോണ്ടൂറിങ്. ഇത്രയും മൊഡ്യൂളുകൾ കൂടി ചേർന്നതാണ് സർവേ 1. ഇതൊക്കെ നമ്മൾ നോർമലി പഠിക്കുന്ന കാര്യം തന്നെയാണ്, വേറെ പുറത്തുനിന്നൊന്നുമില്ല, പേടിക്കാനില്ല. ഇനി സർവേയിങ് 2 എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂൾ എന്ന് പറയുന്നത് അതും 10 മാർക്ക് തന്നെയാണ്. അവിടെ നമ്മൾ മോഡേൺ ഇൻസ്ട്രുമെന്റ്സിന് കുറച്ച് വെയിറ്റേജ് അധികം കൊടുക്കണം. ബിക്കോസ് ഇപ്പൊ കഴിഞ്ഞ കുറെ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ മോഡേൺ ഇൻസ്ട്രുമെന്റ്സിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വെയിറ്റേജ് കൊടുത്തിട്ട് വേണം നമ്മൾ മൊഡ്യൂൾ 2 ഓഫ് സർവേ പഠിക്കാൻ. സോ അതിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് തിയോഡലൈറ്റ്, ടാക്യോമെട്രി, കേർവ് പൊതുവെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ തന്നെയാണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് നോർമൽ എക്സാമിനും ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്ന ഒരു സെഷനാണ് ഈ ടാക്യോമെട്രി, തിയോഡലൈറ്റ്, കേർവ് ഒക്കെ. ദെൻ മോഡേൺ ഇൻസ്ട്രുമെന്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 2 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സിലബസിൽ വലിച്ചു വാരി കൊടുത്തിട്ടുള്ളത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ ഒരു മൊഡ്യൂളിന്റെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. പരന്നു കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഷോർട്ട് ആൻഡ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം. സോ നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് പോവാം. 3ാമത്തെ മൊഡ്യൂൾ ഒരു ഓവർസിയർ ലെവൽ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ബിൽഡിംഗ് മെറ്റീരിയൽസ്. ഈ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസ്
തേർഡ് ഗ്രേഡ് ലെവൽ ഓവർസിയർ ലെവൽ എക്സാം ആണെങ്കിലും ഫസ്റ്റ് ഗ്രേഡ് ആണെങ്കിലും സെക്കൻഡ് ഗ്രേഡ് ഒക്കെ ആണെങ്കിലും വളരെ വെയിറ്റേജ് കൊടുത്ത് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് ആണ്. സോ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. സ്റ്റോണ്, ബ്രിക്ക്, സെറാമിക്സ്, സിമെന്റ്, അഗ്രിഗേറ്റ്, അതേപോലെ മോർട്ടാർ, സിമെന്റ്, കോൺക്രീറ്റ്, ടിമ്പർ, മെറ്റൽസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലെ വെയിറ്റേജ് കൂടിയ മൊഡ്യൂളുകൾ സ്റ്റോണ്, ബ്രിക്ക്, അതേപോലെ സിമെന്റ്, ടിമ്പർ. ഇപ്പം മെറ്റലിൽ നിന്നും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്നുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും സ്റ്റോണ്, ബ്രിക്ക്, സിമെന്റ്, ടിമ്പർ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ദെൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ആരുണ്ടാവാറുണ്ട്? ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉണ്ടാവാറുണ്ട്. അതിനെയാണ് കൺസ്ട്രക്ഷൻ ടെക്നോളജി എന്നുള്ള മൊഡ്യൂളിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതും 10 മാർക്ക് തന്നെയാണ്. അതിൽ നമ്മൾ മേസൺറി പഠിക്കാനുണ്ട്. ഈ മേസൺറി എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് ബ്രിക്ക് മേസൺറി, സ്റ്റോൺ മേസൺറി, ഹോളോ കോൺക്രീറ്റ് ബ്ലോക്ക് മേസൺറി തുടങ്ങി എല്ലാ ടൈപ്പ് ഓഫ് മേസൺറികളും നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളതൊക്കെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊന്നും പേടിക്കാനില്ല. ദെൻ DPC അല്ലെങ്കിൽ ഡാം പ്രൂഫ് കോഴ്സ്, ദെൻ ഫോം വർക്ക്, പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞത് RCCയിൽ നിന്നുള്ള ഒരു ടോപ്പിക് ഇവിടെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞത് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആണ്. ദെൻ സ്കഫോൾഡിംഗ്, ഷോറിംഗ്, അണ്ടർപിന്നിങ്, പ്ലാസ്റ്ററിംഗ് ആൻഡ് പോയിന്റിംഗ്, ഫ്ലോറ്, ഡോസ് ആൻഡ് വിൻഡോസ്, ആർച്ച് ആൻഡ് ലിൻഡർ, സ്റ്റെയർ, ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ. വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷന് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് സ്റ്റെയർ, ലിഫ്റ്റ്, എസ്കലേറ്റർ ഒക്കെ. അതൊക്കെ ഈ ഒരു മൊഡ്യൂളിലുണ്ട്. ദെൻ റൂഫ്. ദെൻ നമ്മൾ അധികം എപ്പോഴും ഒന്നും ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ് സീലിംഗ്. സീലിംഗും ഈ ഒരു ടോപ്പിക്കിലേക്കുണ്ട്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ടോപ്പിക്കിലേക്ക് വന്നിട്ടുണ്ട്. ഫൗണ്ടേഷൻ. ഇത്രയുമാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഒന്ന് മേസൺറി ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ മേസൺറി പോലെ ഇമ്പോർട്ടൻസ് ആണ് ഡോസ് ആൻഡ് വിൻഡോസ്, ആർച്ച്, സ്റ്റെയർ, റൂഫ്, ഫൗണ്ടേഷൻ. ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ നല്ല വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം. എന്ന് വെച്ച് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കണ്ട എന്നല്ല പറയുന്നത്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ടോപ്പിക്സ് ആണിത്. ബാക്കിയുള്ള ടോപ്പിക്സ് നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, ബട്ട് ആ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ച് കുറവാണെന്നേ ഉള്ളൂ. എല്ലാം പഠിക്കണം കേട്ടോ, ഒന്നും പഠിക്കാതിരിക്കരുത്. ദെൻ അടുത്തത് തിയറി ഓഫ് സ്ട്രക്ചർ ആണ്. തിയറി ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്ന മൊഡ്യൂള് നമ്മുടെ MOSൻ്റെയും അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെയും എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഈ 2 സബ്ജക്റ്റുകൾ കൂടി ചേർത്തിട്ടാണ് തിയറി ഓഫ് സ്ട്രക്ചർ എന്ന മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് മെക്കാനിക്സിൽ പഠിക്കുന്ന ടൈപ്സ് ഓഫ് ഫോഴ്സസ്, മൊമെന്റ്സ് ഒക്കെ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സെൻട്രോയിഡ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ആ ഒരു ടോപ്പിക് ഉണ്ട്. ദെൻ നമ്മൾ MOSലേക്ക് വരുമ്പം സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ബീംസ്, അതിൻ്റെ ബെൻഡിങ് ഇക്വേഷൻ, ആ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ടോർഷൻ, ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയൊക്കെയാണ് നമ്മുടെ തിയറി ഓഫ് സ്ട്രക്ചറിൽ നമുക്ക് പഠിക്കാനുള്ളത്. തിയറി ഓഫ് സ്ട്രക്ചറിന്റെ സബ്ജക്റ്റിന്റെ പ്രത്യേകത, നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒക്കെ പഠിക്കുന്ന പോലെ ഒരുപാട് തിയറി നമുക്ക് പഠിക്കാനില്ല. കുറച്ച് ഇക്വേഷൻസ്, കുറച്ച് കൺസെപ്റ്റുകളൊക്കെ മനസ്സിലായാൽ നമുക്ക് ഈസി ആയിട്ട് 10 മാർക്ക് കയ്യിലേക്ക് കിട്ടും. ഓക്കെ. ദെൻ അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ എസ്റ്റിമേഷൻ ആൻഡ് വാലുവേഷൻ ആണ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാലുവേഷൻ ആണ്. ഈ ഒരു എസ്റ്റിമേഷന്റെ പ്രത്യേകതയും ഇതേപോലെ തന്നെയാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കമ്പയർ ടു BMBC ഒക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ആ എസ്റ്റിമേഷനിൽ പഠിക്കാനുള്ളൂ. കുറച്ച് മീൻസ് കമ്പയർ ടു BM and BC കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. ആ ടോപ്പിക്സ് പഠിച്ചാൽ അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ ടോപ്പിക്സാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. എസ്റ്റിമേറ്റ്, അതിൻ്റെ ടൈപ്സ്, ദെൻ മെഷർമെന്റ്, ക്വാണ്ടിറ്റി മെഷർമെന്റ്, അതിൻ്റെ മെഷർമെന്റ് യൂണിറ്റ്, പേയ്മെന്റ് യൂണിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ, ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ, അനാലിസിസ് ഓഫ് റേറ്റ്, ദെൻ എർത്ത് വർക്ക് കമ്പ്യൂട്ടേഷൻ. നമ്മൾ റോഡ് എസ്റ്റിമേറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന നമ്മൾ സിംസൺസ് റൂൾ ഒക്കെ ഉപയോഗിച്ച് കുറേ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തിട്ടില്ലേ, അതാണ് ഈ ഒരു എർത്ത് വർക്ക് കമ്പ്യൂട്ടേഷൻ. ആൻഡ് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ, വാലുവേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാലുവേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇവിടെ PSC ഒരു മാറിയ ട്രെൻഡ്
അനുസരിച്ചിട്ട് പണ്ട് എസ്റ്റിമേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നായിരുന്നു ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. ബട്ട് ഇപ്പൊ കുറച്ച് ട്രെൻഡ് മാറി നമ്മുടെ വാല്യുവേഷനിൽ നിന്ന് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് അധികം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ 2 സെറ്റും നിങ്ങൾ വെയിറ്റേജ് കൊടുത്ത് തന്നെ പഠിക്കുക. വാല്യുവേഷനിൽ നമുക്ക് ഡിപ്രിസിയേഷന്റെ പ്രോബ്ലം, സിങ്കിങ് ഫണ്ടിന്റെ പ്രോബ്ലം ഒക്കെ ഈ ഒരു ഗ്രേഡ് 1 ചോദിക്കാവുന്നതാണ്. നമുക്ക് ഒറ്റ സ്റ്റെപ്പിലൊക്കെ ആൻസർ കിട്ടുന്ന ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഇവിടുന്ന് ചോദിക്കാം. അതേപോലെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ, എത്രയാണ് ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ്, എത്രയാണ് ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് പ്രോബ്ലം ആയിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പ്രോബ്ലം ഒക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും പെർസെൻറ്റേജുകൾ, ഇപ്പൊ നമ്മൾ കണ്ടിൻജൻസീസ് എത്രയാണ്, വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് എത്രയാണ് എന്നൊക്കെ നമ്മൾ പെർസെൻറ്റേജ് പറയാറില്ലേ, ആ പെർസെൻറ്റേജുകളൊക്കെ നിർബന്ധമായിട്ടും ഓർത്തു വെക്കണം. ദെൻ മൂവിങ് ഓൺ ടു GT, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് നമ്മൾ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞത്, സിലബസ് അങ്ങനെയൊക്കെ പറഞ്ഞാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ജിയോടെക് ആയാലും എൻവിറോൺമെന്റൽ ആയാലും ഇറിഗേഷൻ ആയാലും ട്രാൻസ്പോർട്ടേഷൻ ആയാലും ഇതൊക്കെ ലെവലിലുള്ള സിലബസ് ആണ് തന്നിട്ടുള്ളത്. ബട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾ ലെവലിൽ പഠിക്കുന്ന, ഇപ്പൊ കോമ്പാക്ഷന്റെ പ്രോബ്ലം ഒക്കെ നിങ്ങൾ ലെവലിൽ ചെയ്യുന്നുണ്ടാവും, കൺസോൾട്ടേഷനിൽ നിന്നുള്ള പ്രോബ്ലം ലെവലിൽ പഠിക്കുന്നവരുണ്ടാകും. അതിന്റെയൊക്കെ തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു എക്സാമിന് ചോദിക്കാറുള്ളൂ എന്ന് ഞാൻ പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ്. ഇനി ഒരു എക്സാം കുറച്ച് ബുദ്ധിമുട്ടായ ആരും എന്നെ എയറിലിട്ടേക്കരുത് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കിയിട്ടാണ് പറയുന്നത്. സോ GTയിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, ഒന്ന് ടൈപ്സ് ഓഫ് സോയിൽ ആണ്, പിന്നെ സോയിലിന്റെ 3 phase ഡയഗ്രാം ആണ്, നമ്മുടെ വോയിഡ് റേഷ്യോ, പോറോസിറ്റി തുടങ്ങിയ ഒരുപാട് ടേമുകൾ ആ ഒരു 3 phase ഡയഗ്രാം വെച്ച് പഠിക്കാനുണ്ട്. ദെൻ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ, ദെൻ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള കോമ്പാക്ഷൻ, പെർമിയബിലിറ്റി, ഷിയർ സ്ട്രെങ്ത് ഒക്കെ പഠിക്കാനുണ്ട്. ദെൻ എഫക്റ്റീവ് സ്ട്രെസ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാനുണ്ട്. ദെൻ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ പഠിക്കാനുണ്ട്. ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലുള്ള പോലെ തന്നെ നമുക്ക് ജിയോടെക്കിലും ഉണ്ട്. അതിൽ ബിയറിംഗ് കപ്പാസിറ്റീസ്, ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ ഒക്കെ പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളാണ് GTയിൽ നമുക്ക് പഠിക്കാനുള്ളത്. മൂവിങ് ഓൺ ടു ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ തന്നെയാണ് ഹൈഡ്രോളജിയും കൊടുത്തിട്ടുള്ളത്. സോ ഇറിഗേഷനും ഹൈഡ്രോളജിയും കൂടെ ഒരുമിച്ചിട്ടാണ് ഒരു മൊഡ്യൂളായി കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മെത്തേഡ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ഇറിഗേഷൻ, ദെൻ ക്രോപ്പിന്റെ വാട്ടർ റിക്വയർമെന്റ്, ടൈപ്സ് ഓഫ് ക്രോപ്പ്, അതായത് ഖാരിഫ് ക്രോപ്പ്, റാബി ക്രോപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, അതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ദെൻ നമ്മുടെ ഡൈവേർഷൻ, ഹെഡ് വർക്ക്, ഡാം, കനാല്, ടൈപ്സ് ഓഫ് കനാൽ ഒക്കെ പറയുന്നുണ്ട്, ടൈപ്സ് ഓഫ് ഡാമും ഉണ്ട്. ദെൻ ക്രോസ് ഡ്രെയിനേജ് വർക്ക്, ഇത്രയൊക്കെയാണ് മേജർ ഇറിഗേഷൻ ടോപ്പിക്സ്. ദെൻ റെയിൻഫാള്, ഇവാപ്പറേഷൻ, റൺ ഓഫ്, റിവർ ഗേജിങ്, ഫ്ലഡ് ഡിസ്ചാർജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹൈഡ്രോളജിയിൽ നിന്നും പഠിക്കാനുണ്ട്. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുക ഇറിഗേഷൻ സെറ്റ് എന്നാണ് കണ്ടിട്ടുള്ളത് ഇങ്ങനെ സിലബസ് വരുമ്പോൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ചെറിയ ചെറിയ പ്രോബ്ലംസ് ഇല്ലേ, നമ്മൾ എഫിഷ്യൻസി അല്ലെങ്കിൽ ഡ്യൂട്ടി, ഡെൽറ്റ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ പഠിച്ചു വെക്കുക. അതൊക്കെ ഈ ഒരു ഫസ്റ്റ് ഗ്രേഡിന് ചോദിക്കും. മൂവിങ് ഓൺ ടു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. വാവ് സിലബസ് ആണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. ഈ ലോകത്ത് നമ്മൾ കണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ പഠിക്കാനുണ്ട് നമുക്ക്. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും, ഹൈവേ ഉണ്ട്, റെയിൽവേ ഉണ്ട്, ബ്രിഡ്ജ് ആൻഡ് കൾവേർട്ട് ഉണ്ട്, ടണൽ ഉണ്ട്, എയർപോർട്ട് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ സിലബസിലുണ്ട്. ദെൻ ഇതിൽ ഹൈവേയിൽ തന്നെ ഇത്രയും ഹൈവേ, റെയിൽവേ, ബ്രിഡ്ജ്, കൾവേർട്ട്, ടണൽ, എയർപോർട്ട് ഒക്കെ തന്നാലും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് ക്വസ്റ്റ്യന് കൊടുക്കുന്നത് ഹൈവേ എഞ്ചിനീയറിംഗ് ആണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വിൽ ബി മോർ ഇൻ ഹൈവേ സെഷൻ. ദെൻ നമ്മൾ റെയിൽവേയിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈവേ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വെയിറ്റേജ് ഉള്ളത് റെയിൽവേക്കാണ്. ഇനി ബ്രിഡ്ജ്, ടണൽ, എയർപോർട്ട്, ഹാർബർ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ ഓരോ ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്ന് കണ്ടിട്ടുള്ളൂ ഇതുവരെ. അതിൽ തന്നെ നമ്മളിപ്പോൾ ബ്രിഡ്ജ് ആൻഡ് കൾവേർട്ട്, ബ്രിഡ്ജിന്റെ പാർട്സ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടണൽസ്, എയർപോർട്ട് ആൻഡ് ഹാർബർ ഒക്കെ പറയുമ്പം എയർപോർട്ടിന്റെ ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ്സ് ഇല്ലേ, പാർട്സുകളില്ലേ, ആപ്രൺ, ടാക്സി വേ എന്നൊക്കെ പറഞ്ഞ കമ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ കമ്പണൻസ്, അതൊക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പൊ ഈ ഒരു മൊത്തത്തിൽ നിന്നും ഓരോരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ബട്ട് ഹൈവേയും റെയിൽവേയും കുറച്ചുകൂടെ വെയിറ്റേജ് കൂടിയതാണ് കമ്പയർ ടു നമ്മൾ ബ്രിഡ്ജ്, ടണലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റേജ് കൂടുതലാണ്. അതിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഹൈവേ ടോപ്പിക്സ് ആണ്. ഹൈവേ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഹിസ്റ്ററി ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്,
ഹൈവേ ജോമെട്രിക് ഡിസൈൻ, അതായത് നമ്മുടെ SSD അങ്ങനത്തെ കാര്യങ്ങൾ, നമ്മുടെ സൂപ്പർ എലിവേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് നിർബന്ധമായും നിങ്ങൾ ഓർത്ത് വെക്കുക. ഒറ്റ സ്റ്റെപ്പിൽ കിട്ടുന്ന പ്രോബ്ലം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് പഠിച്ചു വെക്കുക. അതേപോലെ ട്രാഫിക് എഞ്ചിനീയറിംഗ്, അതിൽ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട് ട്രാഫിക് എഞ്ചിനീയറിംഗിൽ, ലൈക്ക് ട്രാഫിക് ഡെൻസിറ്റി ഒക്കെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കേവ് നമ്മൾ അപ്പുറ സർവേയിലും പറയുന്നുണ്ട്, ഇവിടെയും കേവുകൾ പറയുന്നുണ്ട്. അപ്പോൾ കേവിന് നമ്മൾ ഫൗണ്ടേഷൻ പറഞ്ഞ പോലെ തന്നെ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക. ദെൻ റെയിൽവേയിലേക്ക് വരുമ്പം ക്ലാസിഫിക്കേഷൻ ഓഫ് റെയിൽവേ അത് പഠിക്കണം. അതേപോലെ പെർമനന്റ് വേന്റെ കമ്പണൻസ്, സ്ലീപ്പേഴ്സ്, അഗ്രിഗേറ്റിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ ആ കണക്ഷൻസ്, അത് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫിക്സ്റ്റേഴ്സ് ആൻഡ് ഫാസ്റ്റനേഴ്സ്, സ്റ്റേഷൻ യാർഡ്സ്, സിഗ്നൽസ് ഒക്കെ പഠിക്കാനുണ്ട്. എല്ലാം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വ്യത്യാസങ്ങൾ അറിഞ്ഞ് തിയറി പഠിച്ചു വെക്കുക കേട്ടോ, ഓരോ ടോപ്പിക്കിന്റെയും. ആൻഡ് ഫൈനൽ മൊഡ്യൂൾ എന്ന് പറയുന്നത് എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ്. എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗിനും 10 മാർക്ക് തന്നെയാണ്, എല്ലാ മൊഡ്യൂളും 10 മാർക്ക് തന്നെയാണ്. ഇതിൽ എൻവിന്റെ പ്രത്യേകത, നമുക്ക് ഫ്രഷ് വാട്ടറിന്റെ കാര്യവും അതേപോലെ സീവേജിന്റെ കാര്യവും രണ്ടും പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ സാനിറ്ററി എഞ്ചിനീയറിംഗും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരുന്നത്. സോ ആദ്യം നമ്മൾ ഫ്രഷ് വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. വാട്ടർ ഡിമാൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പെർ ക്യാപിറ്റ ഡിമാൻഡ് ഒക്കെ എപ്പോൾ ചോദിക്കാറുണ്ട്. ദെൻ സോഴ്സസ് ഓഫ് വാട്ടർ, അതിലുള്ള ഇൻടേക്ക് വർക്കുകൾ, വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, എല്ലാം ചോദിക്കാറുണ്ട്. വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് എത്രയാണ്, ക്ലോറൈഡ് എത്രയാ, സൾഫൈഡ് എത്രയാന്നൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ വാട്ടറിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ലൈക്ക് സെഡിമെന്റേഷൻ, നമ്മുടെ ഫിൽട്രേഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വാട്ടറിന്റെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്, അതിന് ഉപയോഗിക്കുന്ന അപ്പർട്ടനൻസസ്, പൈപ്പ് ആൻഡ് പൈപ്പ് ജോയിൻസ്, പിന്നെ വെള്ളിൽ നിന്നുള്ള ഈൽഡ്, ഇത്രയും കാര്യങ്ങൾ ആണ് ഫസ്റ്റ് സെറ്റ്. ദെൻ മൂവിങ് ഓൺ ടു സാനിറ്ററി എഞ്ചിനീയറിംഗ്, അതിൽ വരുന്ന ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്, ലൈക്ക് സീവേജ്, സിവറേജ്, സള്ളേജ്, അങ്ങനത്തെ ഒരുപാട് ഡെഫിനിഷൻസ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീവേജ്, നമുക്ക് എത്ര BOD, എത്ര THOD, അങ്ങനെ എത്ര COD, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. ദെൻ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ്, നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് പോലത്തെ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഇംഹോഫ് ടാങ്ക്, സെറ്റിലബിൾ സോളിഡ്സിന്റെ കാര്യമൊക്കെ പഠിക്കാനുണ്ട്, അതൊക്കെ ട്രീറ്റ്മെന്റ് ഓഫ് സീവേജിൽ പഠിച്ചിരിക്കണം. ദെൻ സീവർ അപ്പർട്ടൻസസ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ്സ്, ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ ഉള്ളത്. അപ്പൊ നിങ്ങൾ സിലബസ് നോക്കുമ്പോൾ ഓരോ മൊഡ്യൂളും വാസ്റ്റ് ആയിട്ടുണ്ട്, എല്ലാ കാര്യവും ഉണ്ട്. ബട്ട് നിങ്ങൾ ഓർക്കുക, ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ലെവൽ എക്സാം എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമ ക്വാളിഫിക്കേഷനുള്ള ആൾക്കും എഴുതാൻ പറ്റണം, BTech ക്വാളിഫിക്കേഷനുള്ള ആൾക്കും എഴുതാൻ പറ്റണം. അപ്പോൾ AE ലെവലിലേക്ക് അത്ര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഒരു ഡിപ്ലോമ പഠിച്ചിരിക്കുന്ന സ്റ്റുഡന്റിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ ആ ഒരു പരുവത്തിലുള്ള ക്വസ്റ്റ്യനേ ഉണ്ടാവുള്ളൂ. ഡയറക്റ്റ് പ്രോബ്ലംസ് ഒരു സ്റ്റെപ്പിലൊക്കെ കിട്ടുന്നത് ചോദിക്കാം. തിയറി പക്ഷെ നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. AE ലെവലിൽ പഠിക്കുന്ന ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പ്രോബ്ലം ചെയ്യാനുള്ള ഇക്വേഷൻസ് ഒക്കെ കറക്റ്റ് അറിയായിരിക്കും, ബട്ട് തിയറി കുറച്ച് വീക്ക് ആണെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഓവർസിയർ ലെവലിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് കുറച്ചുകൂടെ തിയറി നന്നായിട്ട് പഠിച്ചെടുക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് ഗ്രേഡ് ലെവൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സൈലം ടെക്നിക്കലിൽ പുതിയ ഓവർസിയർ ബാച്ചസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. പുതിയ ഓവർസിയർ ബാച്ച് കംപ്ലീറ്റ്ലി നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് പോകുന്നത്. അതേപോലെ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ ലൈവ് സെഷൻസ് മാത്രമല്ല, ഒരുപാട് ടെസ്റ്റുകളും ഓൾറെഡി ക്ലാസ് കഴിഞ്ഞ അല്ലെങ്കിൽ ക്ലാസിന്റെ റെക്കോർഡഡ് സെഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആവും. ലൈവിനോടൊപ്പം നിങ്ങൾക്ക് റെക്കോർഡഡും കൂടെ കണ്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ ഇതുവരെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ലോങ് ടേം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നമ്മൾ പുതിയൊരു ലോങ് ടേം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്, അതിലാണ് ലൈവ് സെഷൻസ് കൂടുതലായിട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആവുന്നത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. സിലബസ് അനുസരിച്ച് എക്സാമിന് വേണ്ടി നമുക്ക് ക്രാക്ക് ചെയ്യാം സൈലം ടെക്നിക്കലിനോടൊപ്പം. അപ്പൊ നമുക്കിനി ക്ലാസ് കാണാം. എല്ലാവരും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.